കേരളത്തിൽ ആദ്യമായി കാറ് വാങ്ങിയ വ്യക്തി മഹാരാജാവോ നാടുവാഴിയോ ഒന്നുമായിരുന്നില്ല. ആലുമൂട്ടിൽ കൊച്ചുകുഞ്ഞ് ചാന്നാർ എന്ന ഈഴവ വ്യവസായിയാണ് കേരളത്തിൽ ആദ്യമായി കാറ് വാങ്ങിയത്. തിരുവിതാംകൂർ മഹാരാജാവിന് പോലും ഒരു കാർ സ്വന്തമാക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് 1902 ഈഴവർക്കും കീഴ്ജാതിക്കാർക്കും വഴിയാത്രയ്ക്ക് പോലും വിലക്കുണ്ടായിരുന്ന കാലത്ത് ചാന്നാർ കാറ് വാങ്ങിയതും സഞ്ചരിക്കാൻ സ്വന്തമായി വഴിയുണ്ടാക്കിയതും. കേരളത്തിൽ ആദ്യമായി മോട്ടോർ സൈക്കിൾ വാങ്ങിയതും അദ്ദേഹമായിരുന്നു. ഇതിഹാസത്തെ വെല്ലുന്ന ജീവിതം നയിച്ച ആലുമൂട്ടിൽ ചാന്നാരുടെ ജീവിതവും ഒരു സൂപ്പർ ഹിറ്റ് മലയാള സിനിമയുടെ കഥയ്ക്ക് പശ്ചാത്തലമായിട്ടുണ്ട്. 1993 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായ മണിച്ചിത്രത്താഴ് എന്ന ക്ലാസിക് സിനിമ. തിരുവിതാംകൂർ മഹാരാജാവ് ചാന്നാർ പദവി നൽകി ആദരിച്ച അവിടുത്തെ പഴക്കം ചെന്ന ഒരു ഈഴവ തറവാടാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മുട്ടം എന്ന ഗ്രാമത്തിലെ ആലുമൂട്ടിൽ ചാന്നാരുടെ കുടുംബം. 19-ാം നൂറ്റാണ്ടിൽ 10,000 രൂപയും അതിനൊത്ത നെല്ലും കരം നൽകിയിരുന്ന അതിപ്രതാപമുള്ള തറവാട്. 1700-നും 1729-നും മധ്യേയാണ് ആലുമൂട്ടിൽ തറവാട് സ്ഥാപിതമായത്. അയിത്തം നിലനിന്നിരുന്ന കാലത്തായിരുന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട കുടുംബത്തിന് രാജാവ് ചാന്നാർ സ്ഥാനം നൽകി ആദരിച്ചത്. സ്വന്തമായി വിദേശത്ത് നിന്ന് കാറ് വരുത്തിച്ചെങ്കിലും ഈഴവർക്ക് സഞ്ചാര വിലക്കുള്ള കാലമായിരുന്നു അത്. ആ വിലക്കിനെ മറികടക്കാൻ നായർ സമുദായത്തിലുള്ള ഒരാളെ ഡ്രൈവറായി നിയോഗിക്കുകയും ടൗൺ ഹാൾ മുതൽ ഡാണാവ് വരെ സ്വന്തം ചിലവിൽ റോഡ് നിർമ്മിക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത ആളായിരുന്നു ആലുമൂട്ടിൽ ചാന്നാർ. ആ റോഡ് പിന്നീട് ദേശീയപാതയുടെ ഭാഗമാകുകയായിരുന്നു. ആദ്യമായി കേരളത്തിന് പുറത്ത് മേട വെച്ച മലയാളി ചാന്നാറായിരുന്നു. 5 മേടകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു ചാന്നാർ. രാജ്യത്തിന്റെ 37% നികുതിയും ആലുമൂട്ടിൽ തറവാട്ടിൽ നിന്നാണ് അടച്ചിരുന്നത്. തിരുവിതാംകൂർ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട കപ്പമായ 1200 പവൻ ചാന്നാരുടെ ജ്യേഷ്ഠൻ ശേഖർ ചാന്നാർ നായർ പട്ടാളത്തിന്റെ അകമ്പടിയോടെ നേരിട്ട് മദ്രാസിൽ കൊണ്ട് അടയ്ക്കുകയായിരുന്നു പതിവ്. കൊട്ടാരത്തിലെ ഖജനാവിൽ പണത്തിന് കുറവ് വന്നാൽ ആലുമൂട്ടിൽ തറവാട്ടിൽ നിന്നും കടമെടുക്കുകയായിരുന്നു. രത്നങ്ങൾ പതിപ്പിച്ച അമൂല്യമായ ഒരു സ്വർണവടി പിറന്നാൾ സമ്മാനമായി ചാന്നാർ രാജാവിന് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ രാജകുടുംബത്തിനേക്കാൾ സ്വത്തുണ്ടായിരുന്നു ആലുമൂട്ടിൽ കുടുംബത്തിന്. രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് 3 പേർക്കും മാത്രമേ അനുവാദമില്ലാതെ തിരുവിതാംകൂർ മഹാരാജാവിനെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. അമ്മ മഹാറാണിക്കും ദിവാനും പിന്നെ ആലുമൂട്ടിൽ ചാന്നാർക്കും. മാവേലിക്കര ഹരിപ്പാട് റൂട്ടിൽ മുട്ടം എന്ന സ്ഥലത്താണ് ചരിത്ര പ്രസിദ്ധമായ ആലുമൂട്ടിൽ ചാന്നാർ മേട സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലായി തടിയിലാണ് നിർമ്മാണം. മുട്ടത്ത് മുസ്ലിങ്ങൾക്ക് ഭൂമി ദാനമായി നൽകി ഒരു മുസ്ലിം പള്ളി അദ്ദേഹം